നമസ്കാരം. ഇറാന്റെ ആണവ പദ്ധതികളുടെ നട്ടെല്ലും ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെട്ടിരുന്നതുമായ നദാൻസ് ആണവ നിലയം US-ഇസ്രായേൽ സംയുക്ത നീക്കത്തിൽ തകർക്കപ്പെട്ടിരിക്കുകയാണ്. ഭൂമിക്കടിയിൽ 50-ലധികം ആഴത്തിൽ കോൺക്രീറ്റ് കവചങ്ങളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന ഈ കേന്ദ്രം തകർക്കുവാൻ അതീവ പ്രകരശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആണവായുധം നിർമ്മിക്കുവാൻ ആവശ്യമായ യുറേനിയം സമ്പുഷ്ടീകരണം നടന്നിരുന്ന ഈ കേന്ദ്രത്തിന്റെ തകർച്ച ഇറാന്റെ പ്രതിരോധ മന്ത്രാലയങ്ങളെയും മേഖലയെയും സാങ്കേതിക കുതിപ്പിനും ഏറ്റ കനത്ത തിരിച്ചടിയാണ്. നദാൻസ് തകർന്ന വിവരം ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. മേഖലയിൽ ആണവ ചോർച്ചയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അടിയന്തര മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇറാന്റെ ആണവ പദ്ധതിയുടെ ഹൃദയമെന്നാണ് നദാൻസ് അറിയപ്പെടുന്നത്. നൂറുകണക്കിന് സെൻട്രിഫ്യൂജറുകൾ പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രം തകർന്നതോടെ ഇറാന്റെ ആണവ സ്വപ്നങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ ആണവ വികിരണം ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി റെഡ് അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രദേശത്തെ ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ അധികൃതർ നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ടുകൾ. ആണവ റിയാക്ടറുകളും സെൻട്രിഫ്യൂജറുകളും കേടുപാടുകൾ സംഭവിച്ചതോടെ അന്തരീക്ഷത്തിലേക്ക് റേഡിയോ ആക്റ്റീവ് കണികൾ വ്യാപിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇത് പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും ഗുരുതരമായി ബാധിക്കുമെന്നതിനാലാണ് അന്താരാഷ്ട്ര ഏജൻസികളുടെ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഒരു വലിയ ആണവ ദുരന്തം ഒഴിവാക്കാനുള്ള നീക്കങ്ങൾക്കാണ് ലോകം ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ആദ്യഘട്ടത്തിൽ വാർത്തകൾ നിഷേധിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് നദാൻസ് തകർന്നുവെന്ന് ഇറാൻ ഔദ്യോഗികമായി സമ്മതിക്കുകയായിരുന്നു. പരമോന്നത നേതാവ് ഖമേനിയുടെ അന്ത്യത്തിന് തൊട്ടു പിന്നാലെ തങ്ങളുടെ ഏറ്റവും വലിയ ആണവ കേന്ദ്രം കൂടി തകർക്കപ്പെട്ടത് ഇറാന്റെ സൈനിക കരുത്തിന്മേലുള്ള വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെയും അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെയും ഏകോപനമായ നീക്കമാണ് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കിയത്. ഈ നീക്കം ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് എത്തിക്കുമോ എന്ന ഭീതിയിലാണ് ആഗോള സമൂഹം ഇപ്പോൾ. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയുവാൻ ഏത് അറ്റകൈ പ്രയോഗവും ഇസ്രായേൽ നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നദാൻസിലെ ഭൂഗർഭ അറകൾ തകർക്കുവാൻ ശേഷിയുള്ള അത്യാധുനിക ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഇതിനായി ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കാൻ ഈ ആക്രമണം നടന്നത്. പശ്ചിമേഷ്യയിലെ ഈ പുതിയ സാഹചര്യം ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. മേഖലയിൽ ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ ജോലി ചെയ്യുന്നതിനാൽ അവരുടെ സുരക്ഷയാണ് ഇന്ത്യയുടെ പ്രഥമ മുൻഗണന. ആണവ ചോർച്ചയുണ്ടായാൽ അത് അയൽ രാജ്യങ്ങളിലെ പ്രവാസികളെയും ബാധിക്കുമോ എന്ന ആശങ്ക ഇപ്പോൾ ഉയരുന്നുണ്ട്. കൂടാതെ സംഘർഷം രൂക്ഷമാകുന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെയും ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം വേണമെന്ന ശക്തമായ നിലപാടാണ് ഭാരതം ഉറച്ചു നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.